യേശു കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് മഹത്വം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പൂർവ്വ മഹത്വത്തെക്കുറിച്ച് ഒരു ചെറിയ വീഡിയോ ഇടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ. കാരണം കർത്താവ് സകലത്തെയും സൃഷ്ടിച്ചവനായിരിക്കുന്ന ദൈവമാണ്. എല്ലാം അവൻ മുഖാന്തരവും അവനായിട്ടും സൃഷ്ടിക്കപ്പെട്ടതാണ്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു, എല്ലാം അവൻ മുഖാന്തരം ഉളവായി എന്നെല്ലാം നമ്മൾ തിരുവെഴുത്തിൽ കർത്താവിനെ കുറിച്ച് വായിക്കുന്നുണ്ട്. അപ്പൊ സകല പ്രപഞ്ചത്തിന്റെയും സൃഷ്ടാവായിരിക്കുന്ന ദൈവമായിരുന്നു നമ്മുടെ കർത്താവായി യേശു ക്രിസ്തു. 2000 വർഷങ്ങൾക്ക് മുമ്പ് 3 ആണികളിലെ കാൽവരി കുരിശിൽ മരിച്ചതായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ളായിരിക്കുന്ന അറിവുകൾ ഇന്നത്തെ ലോകത്തിന് ശരിക്കും പരിചയമില്ല എന്നുള്ളത് ഒരു പരിതാപകരമായിരിക്കുന്ന കാര്യമാണ്. എന്നാൽ ഞാൻ അത്രയുള്ള വിഷയങ്ങളിലേക്കൊന്നും കടന്നു പോകുന്നില്ല. ഞാനിന്ന് നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം എന്ന് പറയുന്നത്, കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് യെശയ്യാ പ്രവാചകൻ തൻ്റെ പ്രവചന പുസ്തകത്തിൽ ഒരു ദർശനം കാണുകയുണ്ടായി. യെശയ്യാവ് സ്വർഗീയ ദർശനം കണ്ടു. ആ ദർശനത്തിൽ നിന്നാണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. എന്ന് പറഞ്ഞാൽ യെശയ്യാ പ്രവചനം 6-ാം അധ്യായമാണ് ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത്. ആ ഒരു അധ്യായം മാത്രം മതി, അല്ലെങ്കിൽ അതിലെ സ്വർഗീയ ദർശനം മാത്രം മതി നമ്മുടെ യേശു കർത്താവിൻ്റെ പൂർവ്വ മഹത്വത്തെക്കുറിച്ച് ഒരു മനുഷ്യന് മനസ്സിലാക്കാൻ. അതിൽ കൂടുതൽ തെളിവുകൾ വേണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അത്രമാത്രം ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു ദർശനമാണ് യോഹന്നാൻ കാണുന്നത്. അപ്പം തിരുവെഴുത്തിൽ നമുക്ക് ആ യെശയ്യാവ് കണ്ടതായിരിക്കുന്ന ആ ദർശനം നമുക്കൊന്ന് വായിക്കാം. ഞാൻ അതിൻ്റെ ചില വാക്യങ്ങളൊന്ന് വായിച്ചോട്ടെ. ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അപ്പം ഒരു കാലം പറഞ്ഞു. ഉസിയ രാജാവ് മരിച്ചതായിരിക്കുന്ന കാലഘട്ടത്തിൽ, ആ വർഷത്തിൽ ഞാനൊരു സിംഹാസനം കണ്ടു. യെശയ്യാവ് പറയാണ്, ഞാനൊരു സിംഹാസനം കണ്ടു, അതിശ്രേഷ്ഠമായ ഉയർന്നും പൊങ്ങിയുമുള്ള ഒരു സിംഹാസനം. യെശയ്യാവ് യഹൂദ രാജാക്കന്മാരുടെ സിംഹാസനങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്, അല്ലെ? ഭൂമിയിലെ മനുഷ്യരുണ്ടാക്കുന്ന സിംഹാസനങ്ങൾ കണ്ടിട്ടുണ്ട്. എന്നാൽ സ്വർഗീയ ദർശനത്തിൽ കണ്ടതായിരിക്കുന്ന സിംഹാസനം എല്ലാത്തിനും മീതെ ഉയർന്നു നിൽക്കുന്ന വലിയ ഭയങ്കരമായിരിക്കുന്ന ഒരു സിംഹാസനമാണ്. പൊങ്ങിയുമുള്ള മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. കർത്താവ് അതിന്മേൽ ഉപവിഷ്ടനായിരിക്കുകയാണ് ആ സിംഹാസനത്തിൽ. അവന്റെ വസ്ത്രത്തിന്റെ വിളമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു. സാറാഫുകൾ അവന് ചുറ്റും നിന്നു. ഓരോരുത്തന് 6 ചിറകുണ്ടായിരുന്നു. 2 കൊണ്ട് അവർ മുഖം മൂടി, 2 കൊണ്ട് കാൽമൂടി, 2 കൊണ്ട് പറന്നു. ഒരുത്തനോടൊരുത്തൻ, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സർവഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്തു പറഞ്ഞു. അവർ ആർക്കുന്ന ശബ്ദത്താൽ ഉമ്മരപ്പടികളുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി, ആലയം പുക കൊണ്ട് നിറഞ്ഞു. അപ്പോൾ എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിന്റെ നടുവിൽ വസിക്കുന്നു. എൻ്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഈ ദർശനത്തിൽ കാണുന്ന ഉയർന്നും പൊങ്ങിയും ഉള്ളതായിരിക്കുന്ന ഭയങ്കരമായ സിംഹാസനത്തിൽ ഇരിക്കുന്നവനായിരിക്കുന്ന കർത്താവിനെ യെശയ്യാവ് കാണുകയാണ്. അവന്റെ വസ്ത്രത്തിന്റെ പ്രകാശം കൊണ്ട് ആ മന്ദിരം മുഴുവൻ ശോഭ പൂർണ്ണമായിരിക്കുകയാണ്. യെശയ്യാവ് അത് ദർശിക്കുമ്പോൾ ഒരു കാര്യം കൂടെ കണ്ടു. അവന് ചുറ്റും സാറാഫുകൾ നിൽക്കുന്നുണ്ട്. അവന് ചുറ്റും സാറാഫുകൾ അവന് ചുറ്റും നിന്നു. എത്ര സാറാഫുകൾ ചുറ്റും നിന്നു എന്ന് നമുക്കറിയില്ല. നിരനിരയായിട്ട് നിന്നിരിക്കാം. ഒരുപാട് സാറാഫുകൾ നിന്നിട്ടുണ്ടാകാം. എന്നിട്ട് അവ 2 കൊണ്ട് അവർക്കൊക്കെയും 6 ചിറകുകളുണ്ട്. 2 കൊണ്ട് അവർ മുഖം മൂടി, 2 കൊണ്ട് കാൽപാദങ്ങൾ മൂടി, കാലുകൾ മൂടി, 2 കൊണ്ട് പറന്നു നിന്നിട്ട് ഒരുത്തനോടൊരുത്തൻ പറയുകയാണ്. അതായത് ദൈവത്തെ സ്തുതിക്കുന്ന ഒരു രംഗമാണെങ്കിൽ തന്നെയും സാറാഫുകൾ തമ്മിൽ പറയുകയാണ്. എന്താ പറയുന്നത്? സൈന്യങ്ങളുടെ യഹോവ. അപ്പോ സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ നാമം എന്ന് പറഞ്ഞാൽ
സ്ഥാനം എന്ന് പറയുന്നത് സൈന്യങ്ങളുടെ യഹോവ എന്നാണ്. സൈന്യങ്ങൾ, കോടിക്കണക്കിന് ദൂത സൈന്യങ്ങളുടെ ദൈവം, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ 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 എന്ന് ആർക്കുകയാണ്. അവർ പറയുകയല്ല, എന്ന് ആർത്തു. അവരാർത്ത് പറഞ്ഞു. അവർ ഒരുത്തനോട് ഒരുത്തൻ പറയുകയാണ്, നോക്കിയേ, നമ്മൾ കാണുന്ന ആ മഹാ തേജസ്സിന്റെ ഉടമയുണ്ടല്ലോ, ആ ഭയങ്കരമായിരിക്കുന്ന തേജസ്സിന്റെ ഉടമയായിരിക്കുന്നവൻ, അവനാണ് സൈന്യങ്ങളുടെ യഹോവ. ഈ സ്വർഗമണ്ഡലങ്ങളിലെ സർവസൃഷ്ട സൈന്യങ്ങളെയും ദൂതഗണങ്ങളെയും സാറാഫുകളെയും കെരൂബുകളെയും അതുപോലെ തന്നെ ദൂതന്മാരെയും എല്ലാം സൃഷ്ടിച്ചവനായിരിക്കുന്ന യഹോവ പരിശുദ്ധനാണ്. ദൈവത്തെക്കുറിച്ച് വേറെ ഒന്നും പറയാനില്ല. അവൻ പരിശുദ്ധൻ 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 എന്ന് ഇടതടവില്ലാതെ ഇവർ ആർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ യെശയ്യാവ് ദൈവസിംഹാസനത്തിന്റെ അതിശ്രേഷ്ഠമായിരിക്കുന്ന ഒരു കാഴ്ച അവിടെ കാണുകയാണ്. അവരാർക്കുന്ന ശബ്ദത്താൽ, അവരാർത്ത് പറഞ്ഞു, അവർ ആർക്കുന്ന ശബ്ദത്താൽ ഉമ്മരപ്പടികളുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി. അപ്പൊ അത് എന്ത് ശബ്ദമായിരിക്കും? അയ്യോ, എന്ത് ശബ്ദമായിരിക്കും! നമ്മൾ കഴിഞ്ഞ പശ്ചിമേഷ്യയിലെ സംഘർഷത്തില് അതിഭയങ്കരമായിരിക്കുന്ന പോർ വിമാനങ്ങൾ ഇരമ്പി വരുന്ന ശബ്ദത്താൽ അത് പോകുന്ന സ്ഥലങ്ങളിലുള്ള വീടുകളിലെ ജനലുകളൊക്കെ തകർന്നുപോയി എന്ന് നിങ്ങൾ കേട്ടില്ലേ? അതിന്റെ ശബ്ദം കൊണ്ട്. അപ്പൊ എന്ത് ശബ്ദമായിരിക്കാം ഈ സാറാഫുകൾ ആർക്കുന്ന ശബ്ദം? ഉമ്മരപ്പടികളുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി, ആലയം പുക കൊണ്ട് നിറഞ്ഞു. എന്തോ ഒരു ഭയങ്കര ദർശനമാണ് യെശയ്യാ പ്രവാചകൻ കാണുന്നത്. ഈ യെശയ്യാ പ്രവാചകൻ അത് കണ്ടപ്പോൾ യെശയ്യാവ് പറയാണ്, അപ്പോൾ എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അതരങ്ങളുള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അതരങ്ങളുള്ള ജനത്തിന്റെ നടുവിൽ വസിക്കുന്നു. എന്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ ഞാൻ കണ്ടുപോയല്ലോ എന്ന്. ഒരുപക്ഷെ ഞാൻ വിചാരിക്കുന്നത്, യെശയ്യാവിനെ ഒരു യൗവന പ്രായത്തിൽ തന്നെ ദൈവം തൻ്റെ സന്ദേശം അറിയിക്കാൻ, തൻ്റെ പ്രവചനങ്ങൾ, വരും കാലത്തേക്കുള്ളതും കഴിഞ്ഞ കാലങ്ങളിലുള്ളതായിരിക്കുന്ന കാര്യങ്ങളും വരും കാലത്തേക്കുള്ളതും ഇനിമേൽ സംഭവിക്കാനുള്ളതുമായിരിക്കുന്ന അനേക ദർശനങ്ങൾ ലോകത്തിന് കൊടുക്കേണ്ടതിന് യെശയ്യാ പ്രവാചകനെ ദൈവം തനിക്ക് വേണ്ടിയിട്ട് വേർതിരിച്ചു, തനിക്ക് വേണ്ടിയിട്ട് തിരഞ്ഞെടുത്തു. തൻ്റെ പ്രവാചകനായി ഭൂമിയിൽ ഇരിപ്പാൻ തക്കവണ്ണം യെശയ്യാവിനെ തിരഞ്ഞെടുത്തപ്പോൾ ഒരു യൗവനക്കാരനൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും യെശയ്യാവിന്റെ മനസ്സിൽ കൂടെ തന്നെ കുറിച്ച് തന്നെ ഒരു അഭിമാനം തോന്നിയിട്ടുണ്ടാകാം. ഞാൻ കൊള്ളാവുന്നവനായതുകൊണ്ടാണ് എൻ്റെ ദൈവം എന്നെ തെരഞ്ഞെടുത്തത്. കണ്ടില്ലേ, എൻ്റെ സമപ്രായക്കാരായിരിക്കുന്ന എത്ര ആളുകൾ, എത്ര ആയിരങ്ങളുണ്ട്. എന്നാൽ ദൈവം തൻ്റെ വചനം അറിയിപ്പാൻ തക്കവണ്ണം എന്നെ തെരഞ്ഞെടുത്തു. ഞാൻ കൊള്ളാം, അല്ലെ? ഞാൻ കൊള്ളാം, ഞാനൊരു യോഗ്യനായ പുരുഷനാണ്. ദൈവസന്നിധിയിലും ഞാൻ യോഗ്യനാണ്, മനുഷ്യരുടെ മുമ്പിലും ഞാൻ യോഗ്യനാണ്. ഞാൻ യോഗ്യനായതുകൊണ്ട് എന്നെ തൻ്റെ സന്ദേശം അറിയിപ്പാൻ ദൈവം തെരഞ്ഞെടുത്തു എന്ന് ചിലപ്പോൾ യെശയ്യാവ് ചിന്തിച്ച് കാണാം. അങ്ങനെ ബൈബിളിൽ എഴുതിയിട്ടില്ല കേട്ടോ, എൻ്റെ ഒരു വ്യാഖ്യാനം. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അംഗീകരിച്ചാൽ മതി. ഓക്കെ. എന്നിട്ട് യെശയ്യാവിനെ ദർശനങ്ങൾ കൊടുക്കുന്നതിന് മുമ്പേ, അല്ലെങ്കിൽ പ്രവചനങ്ങൾ കൊടുക്കുന്നതിന് മുമ്പേ, യെശയ്യാവിന് ദൈവത്തെ തന്നെ ഒന്ന് പ്രദർശിപ്പിക്കണമായിരുന്നു. കാരണം സ്വയമായിട്ട് എന്തെങ്കിലും ഞാനാണ് എന്ന് ചിന്തിക്കുന്ന മനുഷ്യർക്ക് ആ ദൈവിക തേജസ്സിന്റെ സിംഹാസനം ഒന്ന് കണ്ടാലേ, ആ ദൈവിക തേജസ് ഒന്ന് കണ്ടാലേ മനസ്സിലാവുകയുള്ളൂ, അയ്യോ, ഞാൻ ഒന്നുമല്ല, അരിഷ്ടനായ മനുഷ്യൻ, അയ്യോ, ഞാൻ കൃമി, ഞാൻ പുഴു. ഇന്ന് ലോകത്തിലെ പ്രസംഗകരും, പ്രത്യേകിച്ച് ബൈബിൾ പ്രസംഗകര്, എനിക്ക് തോന്നുന്നു ബൈബിൾ പ്രസംഗകർക്കാണ് അഹങ്കാരം കൂടുതലെന്ന് എനിക്ക് തോന്നുന്നു. അവരുടെയൊക്കെ സ്റ്റേജ് പൊളിക്കുന്ന പ്രകടനം കണ്ടു കഴിഞ്ഞാൽ, മൈക്കങ്ങനെ കൈ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്നവരുടെ കാത് രണ്ടും പൊട്ടിച്ചു കളയും. ആ വിധത്തിലൊക്കെയാണ്. എന്തോ ഒരു സംഭവമാണ് ഞങ്ങൾ എന്നൊക്കെ ഉള്ളായിരിക്കുന്ന ഒരു ഭാവേന കർത്താവിന്റെ വേല ചെയ്യുന്നു എന്ന് നാട്യം കാണിക്കുന്നവരായിരിക്കുന്നവരുണ്ട്. യെശയ്യാവും തരക്കേടില്ലാത്ത ഒരു മനുഷ്യൻ തന്നെയായിരുന്നു, തെറ്റൊന്നുമല്ല.
എന്നാൽ യെശയ്യാവിന് സ്വയം തന്നെക്കുറിച്ചുള്ള മതിപ്പ്, ഞാൻ യോഗ്യനായതുകൊണ്ട് ദൈവം എന്നെ തിരഞ്ഞെടുത്തു എന്നുള്ളതായിരുന്നിരിക്കാം. അപ്പോഴാണ് ദൈവത്തിനൊരു തീരുമാനം വന്നത്. അവന്റെ ഒന്നുമല്ലായ്മ എന്ത് എന്ന് അവനെ ബോധ്യപ്പെടുത്തേണ്ടതിന് അവന് എന്നെ തന്നെ കാണിക്കണം, എന്നെ തന്നെ മനസ്സിലാക്കി കൊടുക്കണം. അങ്ങനെ ദൈവ തേജസ്സിന്റെ മഹാദർശനം കണ്ടതായിരിക്കുന്ന യെശയ്യാവ് അപ്പോഴാണ് തന്നിലേക്ക് നോക്കിയത്. അയ്യോ എന്തെന്നാ വായിക്കുന്നത്? അവിടെ നമ്മൾ വായിക്കുന്നത്, അപ്പോൾ എനിക്ക് അയ്യോ കഷ്ടം. അവിടെ പറയാണ്, ഞാൻ നശിച്ചു. എന്തുകൊണ്ട് യെശയ്യാവ് ആ ദർശനം കണ്ടിട്ട് അങ്ങനെ പറഞ്ഞു? ഞാൻ നശിച്ചു. കാരണം ആ അതിഭയങ്കരമായിരിക്കുന്ന തേജസ്സിന്റെ കർത്താവിനെ കാണുമ്പോഴാണ്, എൻ്റെ പൊന്നു പ്രിയരെ, നമ്മൾ ഓരോരുത്തരും ഇവിടെ ഒന്നുമല്ല വെറും പുഴുക്കൾ, വെറും നിസ്സാരന്മാർ, യാതൊരു യോഗ്യതയും ഇല്ലാത്തവർ എന്ന് നമ്മളെ കുറിച്ച് തന്നെ എണ്ണാനായിട്ട് പറ്റുള്ളൂ. നിങ്ങൾക്കറിയാമോ എന്തുകൊണ്ടാ സാറാഫുകൾ രണ്ടുകൊണ്ട് മുഖം മൂടിയതെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? സാറാഫുകൾ ദൈവ തേജസ്സിന്റെ സൃഷ്ടികളാണ്. അവർക്ക് വലിയ തേജസ്സുണ്ട്. സാറാഫുകൾക്കും ദൂതന്മാർക്കും കെരൂബുകൾക്കും ഒക്കെ ദൈവ സൃഷ്ടിയിലെ ആ ഗണങ്ങൾക്കൊക്കെ അവരെ പ്രകാശത്തിൽ സൃഷ്ടിച്ചതാണ്. പ്രകാശമുണ്ടവർക്ക്, അവർ തേജസ്സുള്ളവരാണ്. പിന്നെ എന്തിനാ അവർ ദൈവസിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ മുഖം മൂടേണ്ടെന്ന ആവശ്യം? ദൈവത്തിന്റെ തേജസ്സിലേക്ക് നോക്കിയപ്പോൾ ഈ സാറാഫുകൾക്കൊന്ന് മനസ്സിലായി, അയ്യോ ഞങ്ങൾ എന്തുള്ളൂ, ഞങ്ങളുടെ തേജസ്, ആ മഹനീയമായ തേജസ്സിന്റെ മുമ്പിൽ ഒന്നുമല്ല എന്ന് എണ്ണിക്കൊണ്ട് അവരുടെ മുഖത്തിന്റെ പ്രകാശത്തെ അവർ തന്നെ മറച്ചു വെക്കുകയാണ്. അതായത് ദൈവ തേജസ്സിലേക്ക് നോക്കിയപ്പോൾ തങ്ങളുടെ തേജസ്സിന്റെ നിസ്സാരത്വം മനസ്സിലാക്കിയിട്ട് അവർ തങ്ങളുടെ മുഖത്തെ തന്നെ മറച്ചു പിടിക്കുകയാണ്, വെളിപ്പെടുത്താൻ പറ്റാതെ വണ്ണം. അപ്പോൾ എന്തായിരിക്കും ദൈവ തേജസ്സിന്റെ ദർശനം എന്ന് നമുക്ക് ഊഹിക്കാവുന്നല്ലേ ഉള്ളൂ. എൻ്റെ പ്രിയമുള്ളവരെ, ആ സാറാഫുകൾ പോലും തങ്ങളുടെ തേജസ്സുള്ള മുഖത്തെ മറച്ചു പിടിച്ചാണ് ദൈവത്തെ ആരാധിക്കുന്നതെങ്കിൽ അവർക്ക് പോലും ദൈവ തേജസ് കാണുമ്പോൾ തങ്ങളുടെ തേജസ്സിന്റെ നിസ്സാരത്വവും അതിന്റെ കുറവുകളും പരിമിതികളും മനസ്സിലായി അവർ ലജ്ജിതരായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ, യെശയ്യാവിനെ പോലെ സാധാരണ ഒരു മനുഷ്യൻ, മരിച്ചു പോകുന്ന ഒരു മനുഷ്യൻ, മൺകൂടാരത്തിൽ വസിക്കുന്ന ഒരു മനുഷ്യൻ തേജസ്സിന്റെ കർത്താവിന്റെ മുമ്പിൽ അവന്റെ സ്ഥാനം എന്തുള്ളൂ? എന്നിട്ടാണ് ഇന്ന് ഭൂമിയിലുള്ളതായിരിക്കുന്ന ആളുകൾ തങ്ങളെ തന്നെ പ്രശംസിക്കുന്നത്, തങ്ങളെ തന്നെ ഉയർത്തുന്നത്, തങ്ങളെ തന്നെ വലിയവരാണ് എന്ന് നടിക്കുന്നത്. അല്ലെ? ലോകത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഓരോരുത്തരുടെയും അഹന്ത, അവരുടെയൊക്കെ ദുരഭിമാനം, അവരുടെയൊക്കെ ചിന്താഗതി എന്ന് പറയുന്നത് ഞങ്ങൾ എന്തൊക്കെയോ ഒരു സംഭവമാണെന്നാണ്. എന്നാൽ ആ തേജസ്സിലേക്ക് നോക്കിയ ദൂതന്മാർ പോലും ലജ്ജിച്ച് മുഖം പൊത്തിക്കൊണ്ട് ദൈവത്തെ ആരാധിക്കുമ്പോൾ ഈ മൺകൂടാരത്തിൽ വസിക്കുന്നതായിരിക്കുന്ന ഞാനും നിങ്ങളും എത്ര നിസ്സാരന്മാർ എന്നുള്ളതായിരിക്കുന്ന പൂർണ്ണ ബോധ്യം എൻ്റെ പ്രിയമുള്ളവരെ നിങ്ങൾക്കും വരണം. യെശയ്യാവ് കണ്ടിട്ട് പറഞ്ഞത്, അയ്യോ ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എൻ്റെ അധരങ്ങൾ പരിശുദ്ധന്റെ സന്നദ്ധയിൽ സംസാരിക്കാൻ, ഉച്ചരിക്കാൻ തക്കവണ്ണം എൻ്റെ അധരങ്ങൾക്ക് ശുദ്ധിയില്ല. അവിടെ പറഞ്ഞു കേട്ടില്ലേ? ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിന്റെ നടുവിൽ വസിക്കുന്നു. എൻ്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ കണ്ടുവല്ലോ. എൻ്റെ കണ്ണ് കണ്ടല്ലോ ദൈവത്തെ. യഹൂദന്മാർക്ക് ഒരു ചിന്താഗതി ഉണ്ടത്, ദൈവത്തെ കണ്ടാൽ മരിച്ചു പോകുമെന്ന് അവരുടെ ഇടയിൽ സാധാരണ ഒരു പ്രസ്താവനയുണ്ട്. യെശയ്യാവ് ആ ദൈവത്തെ കണ്ടിട്ട് പറയാ, ഞാൻ വസിക്കുന്നത് ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള മനുഷ്യരുടെ നടുവിലാണ്. ഞാൻ ഒന്നുമല്ലാത്ത ഒരു എന്താ പറയുന്ന ആ വാക്ക് എന്താ ഉപയോഗിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. ഞാൻ ഒന്നുമല്ലാത്ത, അതായത് ഒരു ശ്വാസം മാത്രമുള്ള, ഏത് നിമിഷവും പിടഞ്ഞു വീണ് മരിച്ച് മണ്ണോട് മണ്ണായി തീരുവാൻ മാത്രമുള്ള ഒരു കേവല സൃഷ്ടി അത്ര ഞാൻ. ദൈവത്തിന്റെ തേജസ്സിന് കാണുമ്പോഴാണ് മനുഷ്യന്റെ അഹങ്കാരം നിലയ്ക്കുകയുള്ളൂ.
നിങ്ങൾക്കറിയാമോ, നമ്മൾ നമ്മളുടെ നമ്മളിൽ എന്തെങ്കിലും അഹങ്കാരങ്ങൾ ഉണ്ടെങ്കിൽ, നമ്മൾ എന്തൊക്കെയോ ആണെന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ഒരിക്കലെങ്കിലും ദൈവ തേജസ് ദർശിച്ചു പോകണം. അപ്പോഴായിരിക്കും ഏത് അഹങ്കാരിയും തല മുട്ടുകുത്തി താഴെ വീഴും. പൗലോസ് നിസ്സാരക്കാരനല്ലായിരുന്നു. പൗലോസ് അതിശ്രേഷ്ഠനായ ഭയങ്കര എന്താണ് ന്യായപ്രമാണത്തിൽ അഗ്രഗണ്യനായ മനുഷ്യൻ, അധികാരം കയ്യിലുള്ളവൻ, മഹാപുരോഹിതന്മാരുടെ അധികാര പത്രവുമായിട്ട് കുതിരപ്പുറത്ത് ദമസ്കോസിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ആ പൗലോസിന്റെ അഹങ്കാരം നിസ്സാരമൊന്നും ആയിരുന്നില്ല. ന്യായപ്രമാണത്തിന് വേണ്ടി ഞാൻ തീഷ്ണത കാണിക്കുന്ന മാതിരി കാണിക്കാൻ ആരുണ്ട് എന്ന് ചോദിക്കുന്ന, അല്ലെങ്കിൽ ആ വിധത്തിൽ ചിന്തിക്കുന്ന ഒരു പൗലോസിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പൗലോസ് ആ അഹങ്കാരത്തോടു കൂടി, സൈന്യ ബലത്തോടു കൂടി, സൈന്യ സമേതനായി ദമസ്കോസിലേക്ക് പോവുകയാണ് ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാൻ. നട്ടുച്ച നേരത്ത് അതെന്തിനാ ഉച്ച സമയത്ത് കർത്താവ് പ്രത്യക്ഷപ്പെട്ടെ? നട്ടുച്ചയ്ക്കാണ് ഏറ്റവും കൂടുതൽ സൂര്യന്റെ പ്രകാശം പ്രകാശിച്ച് മിന്നിക്കൊണ്ടിരിക്കുന്നത്. ആ നട്ടുച്ച നേരത്ത് സൂര്യനെ വെല്ലുന്ന ഒരു വെളിച്ചം കണ്ടിട്ട് പൗലോസ് ആ കാൽക്കലേക്ക് അങ്ങ് വീണു, മരിച്ചവനെ പോലെ വീണു. പൗലോസിന്റെ അഹങ്കാരവും അഹന്തയും അവിടെ അതോടുകൂടെ അവസാനിച്ചു. യോഹന്നാൻ അപ്പോസ്തോലൻ പത്മോസ് ദ്വീപിൽ കർത്താവിനെ കണ്ടിട്ട് മരിച്ചവനെ പോലെ കർത്താവിന്റെ കാൽക്കൽ വീണു എന്ന് പറയുന്നു, അല്ലെ? യോഹന്നാൻ കണ്ടതായിരിക്കുന്ന കാഴ്ചയെക്കുറിച്ച് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ദൈവ സിംഹാസനത്തെയോ ദൈവത്തിന്റെ തേജസ്സിനെയോ ദൈവത്തിന്റെ മഹത്വത്തെയോ ദർശിച്ച മനുഷ്യർക്ക് മനസ്സിലായി, ഈ കൃമിയും പുഴുവുമായിരിക്കുന്ന ഞാനും നിങ്ങളും അതുപോലെയുള്ളായിരിക്കുന്ന ഒരുത്തനും ഈ ഭൂമിയിൽ ഒന്നുമല്ല. അവൻ എത്ര വലിയ കോടീശ്വരനാണെങ്കിലും ശരി, എത്ര ഉന്നത നിലവാരം പുലർത്തുന്ന ഉയർന്ന ഉദ്യോഗ പദവിയിലിരിക്കുന്നവനായാലും ശരി, അഹങ്കരിക്കാൻ ഒന്നുമില്ല ഒരു മനുഷ്യനും. മൂക്കിലെ ശ്വാസം പോയാൽ ആ നിമിഷം ചത്ത ശവം. പിന്നെ അവനെ നോക്കി വിളിക്കുന്നത്, അവന്റെ പേര് പറഞ്ഞിട്ട് പറയും, അവന്റെ ഡെഡ് ബോഡി എന്ന് പറയും, ജീവനില്ലാത്ത ശരീരം എന്ന് പറയും. ദൈവത്തെ കാണണം, ദൈവത്തിന്റെ മഹിമ കാണണം, ദൈവത്തിന്റെ തേജസ് അറിയണം. അപ്പോഴേ നമ്മളുടെ അഹങ്കാരം അവസാനിക്കൂ എന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ പ്രിയമുള്ളവരെ, യെശയ്യാവ് ആ വിധത്തിൽ നിലവിളിച്ചു. അതാണ് അവിടെ കാണുന്നത്. അപ്പോഴെന്ത് സംഭവിച്ചു? അപ്പോൾ സാറാഫുകളിൽ ഒരുത്തൻ യാഗപീഠത്തിൽ നിന്ന് കൊടിൽ കൊണ്ട് ഒരു തീക്കനൽ എടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് എൻ്റെ അടുക്കൽ പറന്നു വന്നു. അതെന്റെ വായിക്ക് തൊടുവിച്ചു. ഇത് നിന്റെ അധരങ്ങളെ തൊട്ടതിനാൽ നിന്റെ അകൃത്യം നീങ്ങി, നിന്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ യെശയ്യാവ് ഒരു പാപിയായ മനുഷ്യനാണ്, അല്ലേ? യെശയ്യാവ് ഒരു പാപിയായ മനുഷ്യനാ. ആ യാഗപീഠത്തിൽ നിന്ന് കൊടിൽ കൊണ്ട് ഒരു കനൽ എടുത്തു കൊണ്ടുവന്ന് യെശയ്യാവിന്റെ അധരങ്ങളെ തൊട്ടിട്ട് പറഞ്ഞു, നിന്റെ അകൃത്യം നീങ്ങി, നിന്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു, സംസാരിക്കാൻ പറഞ്ഞു. എന്റെ പ്രിയമുള്ളവരെ, അത്ര വലിയ തേജസ്സിൽ യെശയ്യാവ് കണ്ടതായിരിക്കുന്ന ആ സൈന്യങ്ങളുടെ യഹോവ ആരാ? അതാണ് കാൽവരി കുരിശിൽ മൂന്നാണികളിൽ ശാപഗ്രസ്തനായി മരിച്ച കർത്താവായ യേശു ക്രിസ്തു. പെട്ടവന്റെ രൂപത്തിൽ മരിച്ച യേശു ക്രിസ്തു. ആ കർത്താവിനെയാണ് യെശയ്യാവ് കണ്ടത്. ഞാൻ അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഒരുപക്ഷെ നിങ്ങളിൽ ചിലർ ചിന്തിക്കും, കണ്ടത് പിതാവായിരിക്കുന്ന ദൈവത്തെ അല്ലേന്ന്. അല്ല എന്ന് ബൈബിൾ വ്യക്തമായി പറയുന്നു. യെശയ്യാവ് കണ്ട ദൂതന്മാർ മുഖം മൂടി, ലജ്ജ കൊണ്ട് മുഖം മൂടി നിന്ന് പരിശുദ്ധനെന്ന് ആർക്കുന്ന ആ സൈന്യങ്ങളുടെ യഹോവ കർത്താവായ യേശു ക്രിസ്തു ആണ് എന്ന് ബൈബിൾ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു. ഞാനത് കാണിച്ചു തരാം. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 41-ാം വാക്യം. യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്ന് ഒരു വേദഭാഗം ഞാൻ വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 12-ാം അധ്യായം, അതിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ 37 മുതൽ ഞാൻ വായിക്കാം. 12-ാം അധ്യായം
യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 37 മുതൽ ഞാൻ വായിക്കാം. അപ്പോൾ ഈ യെശയ്യാവ് കണ്ട കർത്താവ് ആരാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് സംസാരിച്ചിട്ട് യേശു വാങ്ങിപ്പോയി അവരെ വിട്ടുമറഞ്ഞു. അവർ കാണെ അവൻ ഇത്ര വളരെ അടയാളങ്ങളെ ചെയ്തിട്ടും അവർ അവനിൽ വിശ്വസിച്ചില്ല. കർത്താവ് ആ തന്റെ ചുറ്റും കൂടിയതായിരിക്കുന്ന യഹൂദ സമൂഹത്തോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, പല അടയാളങ്ങൾ ചെയ്തു, അവൻ എന്തെല്ലാം അത്ഭുതങ്ങൾ അവരുടെ മുമ്പിൽ ചെയ്തു. എന്നിട്ടും അവർ അവനെ വിശ്വസിച്ചില്ല. കർത്താവ് അവരെ വിട്ട് മറഞ്ഞു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അതിനെക്കുറിച്ച് യോഹന്നാൻ അപ്പോസ്തലൻ എഴുതിയിരിക്കുന്നത് എന്താ അറിയാവോ? പഴയ നിയമത്തിന്റെ ഒരു ഉദ്ധരണി കൊടുത്തു. കർത്താവെ, ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു, കർത്താവിന്റെ ഭുജമാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു എന്ന് യെശയ്യാ പ്രവാചകൻ പറഞ്ഞ വചനം നിവൃത്തിയാവാൻ ഇടവന്നു. യെശയ്യാ പ്രവാചകന്റെ പ്രവചന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഒരു വാക്യം ഉദ്ധരിച്ചുകൊണ്ട് പറയുകയാണ്, കർത്താവെ, ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു. ആര് കേൾപ്പിച്ചത്? ഭൂമിയിൽ കേവലം മനുഷ്യനായി ജനിച്ച യേശു ക്രിസ്തുവിന്റെ ആ ശബ്ദം കേട്ടിട്ട്, ആ പ്രവൃത്തികൾ, അത്ഭുത പ്രവൃത്തികൾ കണ്ടിട്ട് യഹൂദന്മാർ അവനിൽ വിശ്വസിച്ചില്ല, അവനെ തള്ളിക്കളഞ്ഞു. അതുകൊണ്ട് ആ പ്രവചന വാക്യം എഴുതിയിരിക്കുകയാണ്, കർത്താവെ, ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു, കർത്താവിന്റെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു എന്ന് യെശയ്യാ പ്രവാചകൻ പറഞ്ഞ വചനം നിവൃത്തിയാവാൻ ഇടവന്നു. ആ ജനത കർത്താവിനെ തള്ളിക്കളഞ്ഞു. അതിന്റെ അടുത്ത വാക്യം, അവർക്ക് വിശ്വസിപ്പാൻ കഴിഞ്ഞില്ല. ആ ജനത്തിന് ഇത്രയെല്ലാം അടയാളങ്ങൾ കണ്ടിട്ട്, ഇത്രയെല്ലാം അത്ഭുതങ്ങൾ കണ്ടിട്ട്, യഹൂദൻ അടയാളം അന്വേഷിക്കുന്നവനാണല്ലോ, കർത്താവായ യേശു ക്രിസ്തു അവർക്ക് ധാരാളം അടയാളങ്ങൾ കൊടുത്തു. ആ അടയാളങ്ങൾ കൊടുത്തിട്ടും അവർക്ക് വിശ്വസിപ്പാൻ കഴിഞ്ഞില്ല. അത്രയേറെ കാര്യങ്ങൾ ചെയ്തിട്ടും. അതിന്റെ കാരണം യെശയ്യാവ് വേറൊരിടത്ത് പറയുന്നു, അവർ കണ്ണുകൊണ്ട് കാണുകയോ ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയോ മനം തിരിയുകയോ താൻ അവരെ സൗഖ്യമാക്കുകയോ ചെയ്യാതിരിക്കേണ്ടതിന് അവരുടെ കണ്ണ് അവൻ കുരുടാക്കി ഹൃദയം തടിപ്പിച്ചിരിക്കുന്നു. യെശയ്യാവ് അവന്റെ തേജസ് കണ്ട് അവനെ കുറിച്ച് സംസാരിച്ചത് കൊണ്ടാവുന്നു ഇത് പറഞ്ഞത്. യെശയ്യാവ് കണ്ടത് ആരെയാ? ഇവിടെ എന്താ എഴുതിയിരിക്കുന്നത്? ഇതേ വാക്യമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. യെശയ്യാവ് നമ്മൾ 6-ാം അധ്യായം പഠിക്കുന്നത്, യെശയ്യാവ് 6. യെശയ്യാവ് 6-ാം അധ്യായത്തിന്റെ താഴേക്കുള്ള വാക്യങ്ങളിൽ നിങ്ങൾക്കത് മനസ്സിലാവും. ഇതേ വാക്യം ഈ യെശയ്യാവ് 6-ൽ നിന്നാണ് ഈ യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിലേക്ക് കോട്ട് ചെയ്തിരിക്കുന്നത്. ഈ കാര്യം പറയുന്ന കാര്യം അത്. എന്നിട്ട് അവിടെ പറയാണ്, അവർക്ക് വിശ്വസിപ്പാൻ കഴിഞ്ഞില്ല. യോഹന്നാന്റെ സുവിശേഷം 12:39 അവർക്ക് വിശ്വസിപ്പാൻ കഴിഞ്ഞില്ല. അതിന്റെ കാരണം യെശയ്യാവ് വേറെ ഒരിടത്ത് പറയുന്നു, അവർ കണ്ണുകൊണ്ട് കാണുകയോ ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയോ മനം തിരിയുകയോ താൻ അവരെ സൗഖ്യമാക്കുകയോ ചെയ്യാതിരിക്കേണ്ടതിന് അവരുടെ കണ്ണ് അവൻ കുരുടാക്കി ഹൃദയം തടിപ്പിച്ചിരിക്കുന്നു. യെശയ്യാവ് അവന്റെ തേജസ് കണ്ട് അവനെ കുറിച്ച് സംസാരിച്ചത് കൊണ്ടാവുന്നു ഇത് പറഞ്ഞത്. എന്നിട്ടും പ്രമാണികളിൽ തന്നെയും അനേകർ അവനിൽ വിശ്വസിച്ചു. പ്രമാണികളിൽ പലരും കർത്താവിനെ വിശ്വസിച്ചു എന്നവിടെ എഴുതിയിട്ടുണ്ട്. ഈ വചനം യെശയ്യാവ് കണ്ടത് ആരെയാണെന്ന് യോഹന്നാൻ അപ്പോസ്തലൻ വ്യക്തമായിട്ട് പറഞ്ഞു. യെശയ്യാവ് അവന്റെ തേജസ് കണ്ടിട്ട് അത്ര അവനെ കുറിച്ച് പറഞ്ഞത്. യെശയ്യാവ് അവന്റെ തേജസ് കണ്ട് അവനെ കുറിച്ച് സംസാരിച്ചത് കൊണ്ടാവുന്നു ഇങ്ങനെ പറഞ്ഞത്. കാരണം ഈ ജനം കേൾക്കും, എന്നാൽ അവരുടെ ചെവി മന്ദമായിരിക്കും. ഈ ജനം കാണും, എന്നാൽ അവരുടെ കണ്ണ് കുരുടായിരിക്കും. ഈ ജനം അറിയേണ്ടതെല്ലാം അറിയും എൻ്റെ വായിൽ നിന്ന്, എന്നാൽ അവരുടെ ഹൃദയം തടിപ്പിച്ചിരിക്കുകയാണ് എന്ന് യെശയ്യാവ് 6-ാം അധ്യായത്തിൽ കർത്താവിന്റെ തേജസ് കണ്ടിട്ട് പറഞ്ഞതായിരിക്കുന്ന ആ കാഴ്ച, പറഞ്ഞ യെശയ്യാവ് 6-ലെ വാക്യങ്ങളാണ് ഇവിടെ ഉദ്ധരിച്ചത്. അതാണ് യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നത്, യെശയ്യാവ് അവന്റെ തേജസ് കണ്ടിട്ട് അത്രേ പറഞ്ഞത് എന്ന് അവിടെ വ്യക്തമായിട്ട് പറയുന്നത്. ഞാൻ ആ വാക്യങ്ങൾ യെശയ്യാവ് 6-ൽ നിന്ന് തന്നെ വായിക്കാം. തുടർന്ന് യെശയ്യാവ് 6-ാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ആരെയാണ് ഇത്ര ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നവനായി സാറാഫുകൾ ചുറ്റും നിന്ന് പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് ആർക്കുന്നവനായി അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനായി യെശയ്യാവ് കണ്ടിട്ട് തന്നെ കുറിച്ച് തന്നെ, അയ്യോ ഞാൻ കൊള്ളരുതാത്ത മനുഷ്യനെന്ന് പറയാൻ തക്കവണ്ണം അതിഭയങ്കരമായിരിക്കുന്ന തേജസിന്റെ ഉടമ ആരായിരുന്നു? കർത്താവായ യേശു ക്രിസ്തു. യെശയ്യാവ്
പണ്ടേ കർത്താവിനെ കണ്ടിട്ട് അത് പറഞ്ഞു എന്ന് യോഹന്നാൻ എടുത്തു പറഞ്ഞപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. ഇത് താഴേക്ക് ആ വാക്യങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. ഇതാ യെശയ്യാ പ്രവചനം 6-ാം അധ്യായം 7-ാം വാക്യം. അത് എൻ്റെ വായ്ക്ക് തൊടുവിച്ചു, ഇതാ ഇത് നിന്റെ അധരങ്ങളെ തൊട്ടതിനാൽ നിന്റെ അകൃത്യം നീങ്ങി നിന്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകും എന്ന് ചോദിക്കുന്ന കർത്താവിന്റെ ശബ്ദം കേട്ടു. എന്തിനാ യെശയ്യാവിന് കർത്താവ് തന്റെ ദർശനം കാണിച്ചു കൊടുത്തറിയാമോ? ഒരു വലിയ ദൗത്യം യെശയ്യാവിനെ ഭരമേൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. കർത്താവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ കർത്താവ് ആ സിംഹാസനത്തിൽ ഇരുന്നുകൊണ്ട് ഒരു ശബ്ദം മുഴക്കി. എന്താണെന്നറിയാവോ? എന്താ ശബ്ദം മുഴക്കിയത്? ആരെ ഞാൻ അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകും എന്ന് പറയുന്ന കർത്താവിന്റെ ശബ്ദം യെശയ്യാവ് കേട്ടു. ഏതോ ഒരു വലിയ ദൗത്യത്തിന് വേണ്ടി ആരെയാണ് ഞാൻ പറഞ്ഞയക്കേണ്ടത്, ആരാണ് എനിക്ക് വേണ്ടി പോകാനുള്ളത്, എന്റെ ശുശ്രൂഷ ചെയ്യുവാൻ ആരാണുള്ളത് എന്ന് ചോദിക്കുന്നതായിരിക്കുന്ന കർത്താവിന്റെ ഈ തേജോമയനായിരിക്കുന്ന മഹാശക്തനായിരിക്കുന്ന കർത്താവിന്റെ തേജസ്സിന്റെ അധരങ്ങളിലൂടെ വന്നതായിരിക്കുന്ന വാക്കുകൾ, ചോദ്യങ്ങൾ അതാണ്. ആർ നമുക്ക് വേണ്ടി പോകും? ഇന്നത്തെ സുവിശേഷകരൊക്കെ ഇതെടുത്ത് ഞങ്ങളെ ഇങ്ങനെ അയച്ചതാണ് അങ്ങനെ അയച്ചതെന്നൊക്കെ പറയും. എൻ്റെ പൊന്നെ, അതൊന്നും അല്ല ഇവിടെ പറയുന്നത്. ഇന്നത്തെ സുവിശേഷകരെ അയച്ച കാര്യമോ ഇന്നത്തെ പാസ്റ്റർമാരെ നിയമിച്ച കാര്യം ഒന്നും അല്ല ഇവിടെ പറയുന്നത്. അതൊന്നും അല്ല ഇവിടുത്തെ വിഷയവും അതല്ല. ഇത് യെശയ്യാവിനൊരു പ്രത്യേക ദൗത്യം കൊടുക്കുകയാണ്. ആരാ പോവുക എനിക്ക് വേണ്ടി, നാം ആരെ അയക്കേണ്ടെന്ന്. അപ്പോൾ യെശയ്യാവ് എന്ത് പറഞ്ഞു അറിയാമോ? കർത്താവിന്റെ ശബ്ദം കേട്ടിട്ട് അടിയനിതാ, അടിയനെ അയക്കണമേ എന്ന് ഞാൻ പറഞ്ഞു. യെശയ്യാവ് സമ്മതിച്ചു, കർത്താവേ ഞാൻ പോകാം, കാരണം നീ ആരാണെന്ന് അറിഞ്ഞു, ഞാൻ നിന്റെ തേജസ് കണ്ടു. ഇതേ വാക്ക ശൗലായിരിക്കുന്ന പൗലോസും പറഞ്ഞത്. കർത്താവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ, കർത്താവേ അടിയൻ എന്താണ് ചെയ്യേണ്ടത്? കർത്താവേ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ എന്താണ് ഇനി പ്രവർത്തിക്കേണ്ടത്? ഞാൻ നിന്നെ കണ്ടല്ലോ, ഇനി ഞാൻ എന്ത് ചെയ്യണം? എൻ്റെ പ്രിയമുള്ളവരെ, സ്വർഗീയ ദർശനത്തിന്റെ വെളിപ്പാട് ലഭിക്കാതെ, സ്വർഗീയ ദർശനത്തിന്റെ വ്യക്തത ലഭിക്കാതെ ഞാനും പ്രവാചകനാ, ഞാനും സുവിശേഷകനാ, ഞാനും പാസ്റ്ററാ, ഞാനും ഇടയനാന്നും പറഞ്ഞ് ഇറങ്ങുന്നവരൊക്കെ വഴിയിൽ വീണ് തകർന്നു പോകുകയുള്ളൂ. ആദ്യം സ്വർഗീയ ദർശനം കാണും, ദൈവത്തിന്റെ മഹിമ കാണും, ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവനായിട്ട് കർത്താവിന്റെ വേല ചെയ്യും. ഇതേ ചോദ്യം പൗലോസ് ചോദിച്ചു, അടിയൻ എന്ത് ചെയ്യേണ്ടു? യെശയ്യാവ് അതേ ചോദ്യം ചോദിച്ചു, ഞാൻ പോകാം കർത്താവേ, നിനക്ക് വേണ്ടി ഞാൻ പോകാം, കാരണം നീ ആരാണെന്ന് എനിക്ക് മനസ്സിലായി, ഇനി ഞാൻ നിന്റെ വേല ചെയ്യാം. ഈ വിധത്തിൽ നിയോഗിക്കപ്പെട്ടവരായി കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിച്ചവർ എത്ര പേരുണ്ട്? എൻ്റെ പ്രിയമുള്ളവരെ, എന്തോ ഒരു ശ്രേഷ്ഠമായ ഉദ്യോഗമാണ് കർത്താവിന്റെ വേല ചെയ്യുക എന്നുള്ളത്. കാരണം അവൻ ആരാണെന്നുള്ളായിരിക്കുന്ന ബോധ്യം ലഭിച്ചിട്ട് അവന്റെ വേലയ്ക്ക് ഇറങ്ങുന്നവൻ മരണമോ ജീവനോ ദോഷമോ അടിയോ ചങ്ങലയോ തടവോ പരിഹാസമോ നിന്നയോ എന്തു വന്നാലും പിന്മാറുകയില്ല. കാരണം ഏതൊരു തേജസ്സിനെ നോക്കിയിട്ടാണ് അവൻ ഇറങ്ങിയതെന്ന് വെച്ചാൽ അവൻ മരണം വരെ പോരാടും. അവന്റെ ദർശനം ശരിയാണെങ്കിൽ അവന്റെ യാത്ര ശരിയായിരിക്കും, അവന്റെ ലക്ഷ്യം ശരിയായിരിക്കും. അപ്പോൾ ഇവിടെ യെശയ്യാവ് പറയുകയാണ്, അടിയനിതാ, അടിയൻ അയക്കണമേ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അവൻ അരുളി ചെയ്തത്, നീ ചെന്ന് ഈ ജനത്തോട് പറയേണ്ടത്. ആരോട് പറയാൻ? ഇസ്രായേൽ ജനം, യഹൂദ ജനം, ഇസ്രായേൽ ജനത്തോട് നീ ചെന്ന് ഈ ജനത്തോട് പറയേണ്ടത്. എന്ത് പറയണം? നീ ചെന്ന് ഈ ജനത്തോട് പറയേണ്ടത്, നിങ്ങൾ കേട്ടുകൊണ്ടിട്ട് തിരിച്ചറിയുകയില്ല. കണ്ടോ, യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ കേട്ടില്ല? അത് നിങ്ങൾ കേട്ടുകൊണ്ടിട്ടും തിരിച്ചറിയുകയില്ല, നിങ്ങൾ കണ്ടുകൊണ്ടിട്ടും ഗ്രഹിക്കുകയുമില്ല. ഈ ജനം കണ്ണുകൊണ്ട് കാണുകയോ ചെവി കൊണ്ട് കേൾക്കുകയോ ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയോ മനസ്സ് തിരിഞ്ഞ് സൗഖ്യം പ്രാപിക്കുകയോ ചെയ്യാതെ ഇരിക്കേണ്ടതിന് നീ അവരുടെ ഹൃദയം തടിപ്പിക്കുകയും അവരുടെ ചെവി മന്ദമാക്കുകയും അവരുടെ കണ്ണ് അടച്ചു കളയുകയും ചെയ്യുക.
എന്ത് കേട്ടിട്ട്, എന്ത് കണ്ടിട്ട്? കർത്താവായ യേശു ക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തെ കണ്ടിട്ട്, യേശു ക്രിസ്തുവിന്റെ 3.5 വർഷത്തെ തന്റെ ഇസ്രായേലിലെ തന്റെ ശുശ്രൂഷ കണ്ടിട്ട്. കണ്ടോ? നീ ചെന്ന് ഈ ജനത്തോട് നിങ്ങൾ പറയേണ്ടത്, നിങ്ങൾ കേട്ടുകൊണ്ടിട്ട് തിരിച്ചറിയുകയില്ല. എന്ത് കേട്ടിട്ട്? യേശു കർത്താവിന്റെ ശബ്ദം കേട്ട് 3.5 കൊല്ലം ഇസ്രായേലിലെ തെരുവീതികളിലൂടെ നടന്ന്, ഗലീല കടപ്പുറങ്ങളിൽ നടന്ന് കർത്താവായ യേശു ക്രിസ്തു തന്റെ ജനത്തെ ഉപദേശിച്ചു. എന്നാൽ കേട്ടുകൊണ്ടിട്ടും ഗ്രഹിക്കില്ല. യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ എന്തെന്നാ വായിച്ചത്? ഇപ്പോൾ നമ്മൾ വായിച്ചത് എന്തെന്നായിരുന്നു? ഇത് സംസാരിച്ചിട്ട് യേശു വാങ്ങിപ്പോയി, അവരെ വിട്ടുപറഞ്ഞു. അവർ കാണുക അവൻ ഇത്ര വളരെ അടയാളങ്ങളെ ചെയ്തിട്ടും അവർ അവനിൽ വിശ്വസിച്ചില്ല. കർത്താവെ, ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു? കർത്താവിന്റെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു എന്ന് യെശയ്യാ പ്രവാചകൻ പറഞ്ഞ വചനം നിവൃത്തിയാകാൻ ഇടവന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിട്ടും എന്തെന്ന് വായിച്ചത്? നിങ്ങൾ കേട്ടുകൊണ്ടിട്ടും തിരിച്ചറിയുകയില്ല, നിങ്ങൾ കണ്ടുകൊണ്ടിട്ടും ഗ്രഹിക്കുകയുമില്ല. ഈ ജനം കണ്ണുകൊണ്ട് കാണുകയോ ചെവി കൊണ്ട് കേൾക്കുകയോ ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയോ മനസ്സ് തിരിഞ്ഞ് സൗഖ്യം പ്രാപിക്കുകയോ ചെയ്യാതിരിക്കേണ്ടതിന് നീ അവരുടെ ഹൃദയം തടിപ്പിക്കുകയും അവരുടെ ചെവി മന്ദമാക്കി കളയുകയും ചെയ്യുക. എന്താ യെശയ്യാവിന് കൊടുത്ത ദൗത്യം എന്നറിയാമോ? നീ ഇസ്രായേലിന്റെ ചെവി മന്ദമാക്കി കളയാൻ പറഞ്ഞു, അവരുടെ ഹൃദയം തടിപ്പിക്കാൻ പറഞ്ഞു, അവരുടെ കണ്ണ് മങ്ങിച്ചു കളയാൻ പറഞ്ഞു, ഉരുടാക്കി കളയാൻ പറഞ്ഞു. കാരണം അവർ കാണും, വിശ്വസിക്കില്ല. അവര് കേൾക്കും, ഗ്രഹിക്കില്ല. അവർ അവർക്ക് അടയാളങ്ങളും അത്ഭുതങ്ങളും എല്ലാം കാണും. പക്ഷെ അവർക്ക് വിശ്വസിപ്പാൻ തക്കവണ്ണം അവരുടെ ഹൃദയത്തിന് ഇടവില്ല. മന്ദമാക്കി കളയാൻ പറഞ്ഞു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്നെക്കുറിച്ച് പറഞ്ഞതായിരിക്കുന്ന ഒരു വചനം ഞാൻ നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്തട്ടെ. നിങ്ങൾ കാണുന്നതിനെ കാണുന്ന കണ്ണ് ഭാഗ്യമുള്ളത്, ഏറിയ പ്രവാചകന്മാരും ആഗ്രഹിച്ചിട്ടും അത് സാധ്യമായില്ല. ഞാൻ വാക്യെടുക്കണ്ടല്ലോ, വാക്യെടുക്കാതെ പറയാണ്. നിങ്ങൾ കാണുന്നതിനെ കാണുന്ന കണ്ണ് ഭാഗ്യമുള്ളത്. നിങ്ങൾ എന്ത് കണ്ടു എന്ന്? യേശു കർത്താവിനെ കണ്ടു എന്ന്. നിങ്ങളുടെ കണ്ണ് ഭാഗ്യമുള്ളതാണ്. നിങ്ങൾക്ക് കാണേണ്ടത് കാണാൻ കഴിഞ്ഞു. ഏറിയ പ്രവാചകന്മാർ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് പ്രവാചകന്മാര് കാത്തിരുന്നതിന് അവർക്ക് കാണാൻ പറ്റിയില്ല. പക്ഷെ നിങ്ങളിന്ന് കണ്ടു. കർത്താവ് തന്നെ കുറിച്ച് സാക്ഷ്യം പറയുകയാണ്. നിങ്ങൾ കാണുന്ന കണ്ണ് ഭാഗ്യമുള്ളത്, ഏറിയ പ്രവാചകന്മാർക്ക് ആഗ്രഹിച്ചിട്ടും കഴിഞ്ഞില്ല. നിങ്ങൾ കേൾക്കുന്ന ചെവി ഭാഗ്യമുള്ളത്, ഏറിയ പ്രവാചകന്മാരും കേൾപ്പാൻ ആഗ്രഹിച്ചിട്ടും അവർക്ക് കേൾപ്പാൻ കഴിഞ്ഞില്ല. കർത്താവിന്റെ ശബ്ദം, കർത്താവിനെ ഒന്ന് കാണാൻ അനേകം പിതാക്കന്മാർ ആഗ്രഹിച്ചു. ദാവീദിനെ പോലെ അനേകം പ്രവാചകന്മാർ കൊതിച്ചു. ആ തേജസ്സിന്റെ മഹിമയെ ഒന്ന് കാണാൻ, ആ വ്യക്തിയെ ഒന്ന് കാണാൻ അവർക്കാർക്കും ഭാഗ്യം ലഭിച്ചില്ല. അവരൊന്ന് കൊതിച്ചു ആ ശബ്ദം ഒന്ന് കേൾക്കാൻ. പക്ഷെ ആ ശബ്ദം ഇതാ 2000 വർഷം മുമ്പ് കേവലം ഒരു മനുഷ്യനായി യഹൂദന്മാരുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നിരിക്കുകയാണ്. ആ തന്നെ കുറിച്ച് തന്നെയാണ് കർത്താവ് പറഞ്ഞത്. നിങ്ങൾ കാണുന്ന നിങ്ങളുടെ കണ്ണ് ഭാഗ്യമുള്ളതാണ്. നിങ്ങൾ കേൾക്കുന്ന നിങ്ങളുടെ ചെവി ഭാഗ്യമുള്ളതാണ്. ഇത് പ്രവാചകന്മാർ അന്വേഷിച്ചിട്ട് അവർക്ക് കിട്ടിയില്ല. അവർക്കാർക്കും ലഭിക്കാത്ത ഭാഗ്യം നിങ്ങൾക്ക് കൈവന്നിരിക്കുകയാണ്. എന്നിട്ട് ഈ ജനം വിശ്വസിച്ചില്ല, അംഗീകരിച്ചില്ല. അപ്പൊ യെശയ്യാവിന് കൊടുക്കുന്ന ദൗത്യം അവര് വിശ്വസിക്കുകയില്ല, അംഗീകരിക്കുകയില്ല എന്നുള്ളതായിരിക്കുന്നത് കൊണ്ട്, ദൈവത്തിന് ഇതെല്ലാം മുന്നമേ അറിയാവുന്നത് കൊണ്ട് ദൈവം അങ്ങനെ ആക്കി തീർത്തതല്ല. ദൈവത്തിനറിയാം ഇവർ കണ്ടാലും വിശ്വസിക്കില്ല, ഇവർ കേട്ടാലും ഗ്രഹിക്കില്ല, ഇവർ മനം തിരിയില്ല, ഇവരുടെ ഹൃദയം തടിച്ചിരിക്കുകയാണ്. ഇവർ യേശു ക്രിസ്തുവിനെ നേരിട്ട് കണ്ട് പറഞ്ഞും അനുഭവിച്ചിട്ടും ഇവർക്ക് ആ യേശുവിനെ വേണ്ട. അവസാനം അതാ പീലാത്തോസിന് മുമ്പിൽ നിന്ന് ആർക്കുന്ന ശബ്ദം നിങ്ങൾ കേട്ടോ? അവനെ ഞങ്ങൾക്ക് വേണ്ട, അവനെ ക്രൂശിക്കുക, ബറവാസിനെ ഞങ്ങൾക്ക് വിട്ടുതരിക, ഇവനെ ഞങ്ങൾക്ക് വേണ്ട, അവനെ ക്രൂശിക്കുക. എന്റെ പ്രിയമുള്ളവരെ, എന്തൊരു സങ്കടകരമായ കാര്യമാണല്ലേ. അവന് വേണ്ട. ഏറിയ പ്രവാചകന്മാർ കാണാൻ ആഗ്രഹിച്ചവനായി വന്നിരിക്കുന്നത്, ഏറിയ പ്രവാചകന്മാർ കേൾക്കാൻ ആഗ്രഹിച്ച ശബ്ദമാണ് ആ വായിൽ നിന്ന് പുറത്തു വരുന്നത്. എന്നിട്ട് ഈ യഹൂദന്മാർ പറഞ്ഞത് വേണ്ട, ഞങ്ങൾക്ക് വേണ്ട.
ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക. അതിനെക്കുറിച്ച് ഇവിടെ യെശയ്യാ അവനോട് പറഞ്ഞു, നീ പോയിട്ട് അവരുടെ ഹൃദയം തടിപ്പിക്ക്, അവരുടെ കണ്ണ് കുരുടാക്ക്, അവരുടെ ചെവി മന്ദമാക്ക് എന്ന് പറഞ്ഞു. ദൈവമാക്കി എന്നുള്ളത് കൊണ്ടല്ല, ദൈവം അങ്ങനെ ഈ യഹൂദന്മാർ ചെയ്യൂ എന്നുള്ളത് മുന്നറിയുന്നുണ്ട്. ദൈവത്തിനെല്ലാം മുന്നറിവുണ്ട്. എല്ലാം എന്ത് സംഭവിക്കും ലോകത്തിൽ ഇനി എന്ന് ദൈവത്തിന് അറിയാം. ആ അറിയുന്നത് കൊണ്ട് ആ കാര്യത്തെ പ്രവാചക രൂപേണ പ്രവാചകനിലൂടെ അറിയിക്കുകയാണ്. അല്ലാതെ ദൈവം കുരുടാക്കിയതുകൊണ്ട് അവർ കണ്ടില്ല, ദൈവം ഹൃദയം തടിപ്പിച്ചുകൊണ്ട് അവർ ഗ്രഹിച്ചില്ല എന്നൊന്നുമല്ല. ഇവരങ്ങനെ ചെയ്യൂ എന്നറിയാവുന്നത് കൊണ്ട് അത് പ്രവാചക ഭാഷയിൽ സംസാരിക്കുന്നതാണ് നമ്മളോട് വായിക്കുന്നത്. അപ്പോ അങ്ങനെ പറഞ്ഞു, നിങ്ങൾ കണ്ടുകൊണ്ട് ഗ്രഹിക്കുകയില്ല. ഈ ജനം കണ്ണുകൊണ്ട് കാണുകയോ ചെവി കൊണ്ട് കേൾക്കുകയോ ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയോ മനസ്സ് തിരിഞ്ഞ് സൗഖ്യം പ്രാപിക്കുകയോ ചെയ്യാതെ ഇരിക്കേണ്ടതിന് നീ അവരുടെ ഹൃദയം തടിപ്പിക്കുകയും അവരുടെ ചെവി മന്ദമാക്കുകയും അവരുടെ കണ്ണ് അടച്ചു കളയുകയും ചെയ്യുക എന്ന് പറഞ്ഞു. ഇതേ വാക്യല്ല ഇപ്പൊ യോഹന്നാന്റെ സുവിശേഷത്തിൽ വായിച്ചത് നമ്മൾ 12 അല്ലെ? എന്തെന്നാ യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 39-40 അവർക്ക് വിശ്വസിപ്പാൻ കഴിഞ്ഞില്ല. അതിന്റെ കാരണം യെശയ്യാവ് വേറൊരിടത്ത് പറയുന്നു, അവർ കണ്ണുകൊണ്ട് കാണുകയോ ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയോ മനം തിരിക്കുകയോ ചെയ്യാതിരിക്കേണ്ടതിന് അവരുടെ കണ്ണ് അവൻ കുരുടാക്കി ഹൃദയം തടിപ്പിച്ചിരിക്കുന്നു. യെശയ്യാവ് അവന്റെ തേജസ്, ആരുടെ? ക്രിസ്തുവിന്റെ തേജസ്. യെശയ്യാവ് ക്രിസ്തുവിന്റെ തേജസ് എന്ന് കൂട്ടിച്ചേർത്തോളൂ. യെശയ്യാവ് അവന്റെ തേജസ് കണ്ട് അവനെ കുറിച്ച് സംസാരിച്ചത് കൊണ്ടാവുന്നു ഇത് പറഞ്ഞത്. എത്ര വ്യക്തമായിട്ട് അവിടെ എഴുതിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ യെശയ്യാവോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്, കർത്താവെ എത്രത്തോളം? അവരുടെ ചെവി മന്ദമാക്കി അവരുടെ കണ്ണ് അടച്ചു കളയുകയും ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പോൾ യെശയ്യാവ് ചോദിക്കുകയാണ്, കർത്താവെ എത്രത്തോളം? യെശയ്യാവിന്റെ മറുചോദ്യം, എത്ര കാലത്തേക്കാണ് കർത്താവെ അടച്ചു കളയേണ്ടത്? എത്ര കാലത്തേക്കാണ് അവരുടെ ചെവി മന്ദമാക്കേണ്ടത്? അവരുടെ കണ്ണ് എത്ര കാലത്തേക്കാണ് കുരുടാക്കേണ്ടത് എന്ന് കർത്താവിനോട് മറുചോദ്യം യെശയ്യാവ് ചോദിക്കുകയാണ്. അപ്പോ അതായത് സംഭവിക്കാതിരിക്കുന്ന കാര്യങ്ങളുടെ പ്രവാചക രൂപമാണ് ഇവിടെ കാണുന്നത്. അല്ല ദൈവം അവരെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിച്ചതല്ല. അങ്ങനെ ആരും വിശ്വസിക്കരുത്. സംഭവിക്കാനിരിക്കുന്നതെല്ലാം അവസാനത്തെങ്കിൽ സംഭവിക്കാനുള്ള ആദിയിൽ അറിയുന്ന ദൈവം ആ സംഭവിക്കുന്നതെല്ലാം പ്രവചന രൂപേണ എഴുതി കൊടുക്കുന്നതായിരിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ കാണുന്നത്. കർത്താവെ എത്രത്തോളം എന്ന് യെശയ്യാവ് ചോദിച്ചു. എന്ന് ഞാൻ ചോദിച്ചതിന് അവൻ, പട്ടണങ്ങൾ നിവാസികളില്ലാതെയും വീടുകൾ ആളില്ലാതെയും ശൂന്യമായി ദേശം തീരെ പാഴായി പോകുകയും യഹോവ മനുഷ്യരെ ദൂരത്തകറ്റിയിട്ട് ദേശത്തിന്റെ നടുവിൽ വലിയൊരു നിർജ്ജന പ്രദേശം ഉണ്ടാകുകയും ചെയ്യുവോളം തന്നെ എന്ന് ഉത്തരം പറഞ്ഞു. എത്ര കാലത്തേക്ക് ഇവരുടെ അവിശ്വാസം നിലനിൽക്കും? എത്ര കാലത്തേക്ക് ഇവർ കർത്താവിനെ തള്ളിക്കളയും? എത്ര കാലത്തേക്ക് ഇവർ കേട്ടതും അറിഞ്ഞതും കണ്ടതുമായിരിക്കുന്ന സത്യങ്ങൾക്ക് നേരെ ഇവർ കണ്ണടച്ച് കളയും? അതും ദൈവം പറഞ്ഞു. എത്ര കാലത്തേക്ക് എന്ന് പറഞ്ഞു. എത്ര കാലത്തേക്കാ ഒന്ന് ഓർക്കണം. എന്ന് ചോദിച്ചതിന് അവൻ, പട്ടണങ്ങൾ നിവാസികളില്ലാതെയും വീടുകൾ ആളില്ലാതെയും ശൂന്യമായി ദേശം തീരെ പാഴായി പോകുകയും. നോക്കിക്കേ, എത്ര കാലത്തേക്കാ? പട്ടണങ്ങളിൽ നിവാസികളില്ല, വീടുകളിൽ ആളില്ല, വീടുകളിൽ ആളില്ലാതെയും ശൂന്യമായി ദേശം തീരെ പാഴായി പോകുകയും. ആയോ? കർത്താവിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് എന്ത് സംഭവിച്ചു അവർക്ക്? AD 70 റോമൻ ചക്രവർത്തി വന്ന് ഇസ്രായേലിനെ അടിമപ്പെടുത്തിയതിനു ശേഷം ഏകദേശം 2000 കൊല്ലത്തോളം, 1948 ഇന്നത്തെ ഇസ്രായേൽ രൂപം കൊള്ളുന്നത്. 2000 കൊല്ലത്തോളം പട്ടണങ്ങൾ ആളില്ലാതെയായി, വീടുകൾ ആളില്ലാതെയായി, ദേശം പറ്റ ശൂന്യമായി. അതായത് ഒരു കാട്ടുവാസികൾ പോലും വസിക്കാതെ വണ്ണം, കാട്ടുവാസികളായിരിക്കുന്ന മനുഷ്യർ പോലും വസിക്കാതെ വണ്ണം ഇസ്രായേൽ പർവ്വത നിരകൾ മുഴുവൻ കുപ്പക്കുന്നായി തീർന്നു. വെറും മുള്ളും പറക്കരയും, അതിൽ നിന്ന് 2000 വർഷം മുള്ളും പറക്കരയുമാണ് അതിൽ പൊങ്ങിയിരുന്നത്. അത് നരിച്ചീറുകളുടെയും അതുപോലെ കാട്ടുപന്നികളുടെയും ക്രൂര മൃഗങ്ങളുടെയും പാർപ്പിടമായി തീർന്നു. കർത്താവിനെ തള്ളിക്കളഞ്ഞതുകൊണ്ട് എത്ര കാലത്തേക്ക് അവരുടെ ചെവി മന്ദമാക്കണം, എത്ര കാലത്തേക്ക് കണ്ണ് കുരുടാക്കണം, എത്ര കാലത്തേക്ക് ഹൃദയം തടിപ്പിക്കണം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, പട്ടണങ്ങൾ ആളില്ലാതെയും
ഭവനങ്ങൾ താമസമില്ലാതെയും പിന്നെ ദേശം തീരെ ശൂന്യമായി പോകുന്ന കാലത്തോളം നീ അവരുടെ ഹൃദയം തടിപ്പിക്കാൻ പറഞ്ഞു. 2000 വർഷം കർത്താവിനെ തള്ളിക്കളഞ്ഞതുകൊണ്ട് അവരുടെ ഭവനം ശൂന്യമായി പോയി. ആ പ്രദേശത്തെങ്ങും ഇസ്രായേലിന്റെ അതിരിനകത്തെങ്ങും ആരും താമസിച്ചില്ല. അവിടെ ആ കാലങ്ങളിൽ മഴ പെയ്തില്ല. അവിടെ വെറും മരുഭൂമിയിലെ മുൾച്ചെടികൾ വളർന്നു. അവിടെ ഘോര മൃഗങ്ങൾ ഉണ്ടായിരുന്നു. എൻ്റെ പ്രിയമുള്ളവരെ, 2000 വർഷത്തെ ഇസ്രായേലിന്റെ കഴിഞ്ഞ കാലത്തെ ശൂന്യ അവസ്ഥയെക്കുറിച്ച് നിങ്ങളൊന്ന് ഏതെങ്കിലും പുസ്തകങ്ങൾ കിട്ടുമെങ്കിൽ വായിച്ചു നോക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുക. ഈ പറഞ്ഞത് അക്ഷരം പ്രതി സംഭവിച്ചു. എത്ര കാലത്തേക്ക്? കർത്താവ് എത്രത്തോളം എന്ന് ഞാൻ ചോദിച്ചതിന്, പട്ടണങ്ങൾ നിവാസികളില്ലാതെയും വീടുകൾ ആളില്ലാതെയും ശൂന്യമായി ദേശം തീരെ പാഴായി പോകുകയും യഹോവ മനുഷ്യരെ ദൂരത്തകറ്റിയിട്ട് ദേശത്തിന്റെ നടുവിൽ വലിയൊരു നിർജ്ജന പ്രദേശമുണ്ടാകി. മനുഷ്യരെ ദൂരത്തകറ്റിയിട്ട് ദേശത്തിന്റെ നടുവിൽ വലിയൊരു നിർജ്ജന പ്രദേശം ഉണ്ടാകുകയും ചെയ്യുവോളം തന്നെ എന്ന് ഉത്തരം പറഞ്ഞു. അതിൽ ഒരു ദശാംശമെങ്കിലും ശേഷിച്ചാൽ അത് വീണ്ടും നാശത്തിനിരയായി തീരും. ഈ 2000 കൊല്ലം ശൂന്യമായ മരുഭൂമിയായിരുന്നു ഇസ്രായേൽ പർവ്വതങ്ങൾ. ആ പറഞ്ഞത് അതുപോലെ സംഭവിച്ചു. അതിലൊരു ദശാംശമെങ്കിലും ശേഷിച്ചാൽ അത് വീണ്ടും നാശത്തിനിരയായി തീരും. എങ്കിലും കരിമരവും കരിവേലവും വെട്ടിയിട്ടാൽ അവയുടെ കുറ്റി ശേഷിച്ചിരിക്കുന്നത് പോലെ വിശുദ്ധ സന്തതി ഒരു കുറ്റിയായി ശേഷിച്ചിരിക്കും. ഞാൻ അശേഷം ആ ജനത്തെ മുടിച്ചു കളയുകയില്ല. എങ്കിലും കരിവേലവും കരിമരവും വെട്ടിയിട്ടാൽ അതിൻ്റെ കുറ്റി വീണ്ടും വെള്ളത്തിന്റെ നനവ് തട്ടുമ്പോൾ കിളിർത്ത് വരുന്നത് പോലെ വിശുദ്ധ സന്തതി ഒരു കുറ്റിയായി ശേഷിച്ചിരിക്കും. നശിപ്പിച്ച് കളഞ്ഞില്ലല്ലേ? ഹിറ്റ്ലർ ലക്ഷക്കണക്കിന് പേരെ കൊന്നൊടുക്കി. ലോകത്തിൽ മുഴുവൻ അവര് പിന്നെ മരണം കൊയ്യുകയായിരുന്നു ഇസ്രായേൽ. എന്നിട്ടും ഇന്നും ഇസ്രായേൽ രാഷ്ട്രം രൂപം കൊണ്ടു. കരിവേലവും കരിമരവും വെട്ടിയിട്ടാൽ കുറ്റി ഒരു ശേഷിപ്പായിരിക്കുന്നത് പോലെ വിശുദ്ധ സന്തതി ഒരു ശേഷിപ്പായിരിക്കുന്നു. ഇന്ന് ഇസ്രായേൽ രാജ്യമുണ്ടല്ലേ? എന്താ അത്ഭുതം! എന്തുകൊണ്ട് ഈ 2000 വർഷം ദൈവം അവരെ കൈവിട്ടു? അവരുടെ തേജസ്സിന്റെ കർത്താവിനെ അവർ തള്ളിക്കളഞ്ഞതുകൊണ്ട്. അവർ കേട്ട ശബ്ദം, അവർ കണ്ട ശബ്ദം, ആ യെശയ്യാവ് കണ്ട അതേ മഹത്വപൂർണനായ ദൈവത്തിന്റെ ശബ്ദമായിരുന്നു അവർ കേട്ടത്. പക്ഷെ ഒരു മനുഷ്യനായി വന്നപ്പോൾ ഇവർക്ക് അംഗീകരിക്കാൻ പറ്റിയില്ല. കേവലം ഒരു മനുഷ്യനായി നമ്മുടെ കർത്താവ് ജനിച്ചതുകൊണ്ട് ഇവർക്ക് അംഗീകരിക്കാൻ പറ്റിയില്ല. ഇതിനെക്കുറിച്ച് കർത്താവ് പറയുന്നതായിരിക്കുന്ന ഒരു വാക്യമുണ്ട്, അതും കൂടെ വായിച്ച് ഞാൻ അവസാനിപ്പിക്കാം. മത്തായി സുവിശേഷം 23-ാം അധ്യായത്തില് കർത്താവ് പറയുന്നതായിരിക്കുന്ന ഒരു വാക്യമുണ്ട്. മത്തായി 23. കർത്താവ് അവസാനം ഇസ്രായേലിനെ നോക്കി നെടുവുറുപ്പിട്ട് കരഞ്ഞ് യാത്ര പറഞ്ഞ് പിരിഞ്ഞു പോകുന്നതായിരിക്കുന്ന രംഗം. അത് വായിക്കുമ്പോൾ എനിക്ക് വളരെ സങ്കടം തോന്നാറുണ്ട്. കർത്താവ് യാത്ര പറയുന്ന ഒരു രംഗം, ഇസ്രായേലിനോട് യാത്ര പറയുന്ന, യെരുശലേമിനോട് യാത്ര പറയുന്ന ആ സംഭവം. അതുകൊണ്ട് മത്തായി സുവിശേഷം 23-ാം അധ്യായം 34 മുതലുള്ള വാക്യം. അതുകൊണ്ട് ഞാൻ പ്രവാചകന്മാരെയും ജ്ഞാനികളെയും ശാസ്ത്രിമാരെയും നിങ്ങളുടെ അടുക്കലയക്കുന്നു. അതുകൊണ്ട് ഇതൊക്കെ പറഞ്ഞത് നേരത്തെയൊക്കെ വായിക്കണം. നിങ്ങൾ എന്നെ വിശ്വസിക്കാത്തതുകൊണ്ട്, നിങ്ങൾ എൻ്റെ ഈ ശബ്ദം കേൾക്കാത്തതുകൊണ്ട്, നിങ്ങൾ എന്നെ അംഗീകരിക്കാത്തതുകൊണ്ട്, നിങ്ങൾ ദുഷ്ടതയും വഞ്ചനയും ചതിവും ചെയ്യുന്നതുകൊണ്ട്, ശാസ്ത്രിമാരും പരീശന്മാരും പുരോഹിതന്മാരും തോന്നിവാസം ജീവിക്കുന്നുകൊണ്ട്, അവർ സത്യം തിരിച്ചറിയായതുകൊണ്ട്, അതുകൊണ്ട് ഞാൻ പ്രവാചകന്മാരെയും ജ്ഞാനികളെയും ശാസ്ത്രിമാരെയും നിങ്ങളുടെ അടുക്കൽ അയക്കുന്നു. അവരിൽ ചിലരെ നിങ്ങൾ ക്രൂശിച്ചു കൊല്ലുകയും ക്രൂശിച്ചു കൊന്നതിലെ ആദ്യത്തെ വ്യക്തി സ്വന്തം പുത്രനായ ക്രിസ്തു. ഞാൻ എൻ്റെ പുത്രനെ അയക്കും, പക്ഷെ അവർ ശങ്കിച്ചേക്കുമെന്ന് പറഞ്ഞ് അവസാനം തോട്ടത്തിന്റെ ഉടമ പുത്രനെ അയച്ചു. അപ്പോൾ ആ പുത്രനെ കണ്ടു കിട്ടിയപ്പോൾ കുടിയന്മാര് പറഞ്ഞത്, ഇവൻ അവകാശി, ഇവനെ കൊന്നുകളാം. കർത്താവ് പറഞ്ഞ ഉപമയാൻ പറഞ്ഞു, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അവനെ കൊന്നുകളക. ആ കർത്താവിനെ ആദ്യം ക്രൂശിച്ചത്. അവരിൽ ചിലരെ നിങ്ങൾ ക്രൂശിച്ചു കൊല്ലുകയും ചിലരെ നിങ്ങളുടെ പള്ളികളിൽ ചമ്മട്ടി കൊണ്ട് അടിക്കുകയും പട്ടണത്തിൽ നിന്ന് പട്ടണത്തിലേക്ക് ഓടിക്കുകയും ചെയ്യും. നീതിമാനായ ഹാബേലിന്റെ രക്തം മുതൽ നിങ്ങൾ മന്ദിരത്തിനും യാഗപീഠത്തിനും നടുവിൽ വെച്ച് കൊന്നവനായ ബെരക്യാവിന്റെ മകനായ സെക്കരിയാവിന്റെ രക്തം വരെ ഭൂമിയിൽ ചൊരിഞ്ഞ നീതിയുള്ള രക്തമെല്ലാം നിങ്ങളുടെ മേൽ വരേണ്ടതാകുന്നു.
ഇതൊക്കെയും ഈ തലമുറ മേൽ വരും. ഈ തലമുറ, കർത്താവ് ജീവിച്ചിരിക്കുന്ന ആ ജനത്തിന്റെ കാലത്ത് തന്നെ ഇസ്രായേലിന് നാശം വരുമെന്ന്. ഇതൊക്കെയും ഈ തലമുറ മേൽ വരുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. യെരൂശലേമേ, യെരൂശലേമേ, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ, കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർക്കും പോലെ നിങ്ങളെ ചേർക്കും പോലെ നിന്റെ മക്കളെ ചേർത്തുകൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു, നിങ്ങൾക്കോ മനസ്സായില്ല. കർത്താവിനെ തള്ളിക്കളഞ്ഞു. കർത്താവ് യെരൂശലേമിനെ നോക്കി വിലപിക്കുകയാണ്. യെരൂശലേമേ, യെരൂശലേമേ, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ, കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർക്കും പോലെ നിന്റെ മക്കളെ ചേർത്തുകൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു, നിങ്ങൾക്കോ മനസ്സായില്ല. നിങ്ങളുടെ ഭവനം ശൂന്യമായി തീരും. കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്ന് നിങ്ങൾ പറയുവോളം നിങ്ങൾ ഇനി എന്നെ കാണുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ, അനുഗ്രഹിക്കപ്പെട്ടവൻ എന്ന് നിങ്ങൾ പറയുവോളം ഇനി നിങ്ങൾ എന്നെ കാണുകയില്ല. ആ യാത്രാമൊഴി ചൊല്ലി കിഴക്കേ വാതിലിലൂടെ, യെരൂശലേമിന്റെ പട്ടണത്തിന്റെ കിഴക്കേ വാതിലിലൂടെ ഇറങ്ങി ഒലിവുമലയിലേക്ക് പോയ കർത്താവിനെ പിറ്റേന്ന് പിടിച്ചുകൊണ്ടുവന്ന് ക്രൂശിക്കുകയായിരുന്നു. യെശയ്യാ പ്രവാചകനിലൂടെ കർത്താവ് തന്റെ മഹത്വത്തിന്റെ ദർശനം കാണിച്ചു കൊടുത്ത് ആ ജനത്തിന്റെ ഹൃദയം തടിപ്പിച്ച് കണ്ണ് കുരുടാക്കി ചെവി മന്ദമാക്കി തീർക്കാനായിട്ട് പറഞ്ഞത് അവരങ്ങനെ ചെയ്യുമെന്ന് അറിഞ്ഞുകൊണ്ട് ദൈവം അത് പ്രവചന ഭാഷയിൽ നമ്മളോട് പറഞ്ഞിരിക്കുകയാണ്. ഇനി അവർ തിരിഞ്ഞ് കുത്തിവെങ്കിലേക്ക് നോക്കി ഏകജാതനെ കുറിച്ച് വിലപിക്കുന്ന പോലെ ഗോത്രം ഗോത്രമായി ഇസ്രായേൽ ജനത വിലപിക്കാതെ ഒലിവുമലയിൽ നമ്മുടെ കർത്താവ് തന്റെ കാല് ചവിട്ടുകയില്ല. കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്ന് നിങ്ങൾ പറയുവോളം ഇനി നിങ്ങൾ എന്നെ കാണുകയില്ല എന്ന് പറഞ്ഞ് ഇസ്രായേലിനോട് യാത്ര പറഞ്ഞു പോകുന്ന കർത്താവ്. പ്രിയമുള്ളവരെ, ഞാനിവിടെ നിർത്തട്ടെ. നമ്മുടെ കണ്ണ് കർത്താവിനെ നേരിട്ട് കണ്ടില്ല, എന്നാൽ നമ്മുടെ ഹൃദയത്തിലൂടെ നമ്മളെ കർത്താവിനെ കണ്ടു. ഭാഗ്യമുള്ളവരാ നമ്മൾ. നമ്മുടെ ചെവി കർത്താവിന്റെ ശബ്ദം നേരിട്ട് കേട്ടിട്ടില്ല, എന്നാൽ തിരുവെഴുത്തുകളിലൂടെ ആ ശബ്ദം നമ്മൾ കേൾക്കുന്നു, എന്നും കേട്ടുകൊണ്ടിരിക്കുന്നു. ഭാഗ്യമുള്ള കാതുകളാണ് നമുക്കത് വിശ്വസിക്കാനായിട്ട് കഴിഞ്ഞു. ഭാഗ്യമുള്ള ഹൃദയമാണ് നമ്മുടെ ഹൃദയം തടിപ്പിച്ചിട്ടില്ല, നമ്മുടെ കാത് മന്ദമാക്കിയിട്ടില്ല, നമ്മുടെ കണ്ണ് കുരുടാക്കിയിട്ടില്ല. കാണാനും കേൾക്കാനും അറിയാനും ദൈവം നമ്മളെ തിരഞ്ഞെടുത്തു, ദൈവത്തിന്റെ മക്കളായി. എന്തൊരു ഭാഗ്യം! എൻ്റെ പ്രിയമുള്ളവരെ, ഈ വചനങ്ങൾ നിങ്ങളുടെ സന്തോഷത്തിന്റെ വർധനവിന് കാരണമായി തീരട്ടെ, കർത്താവിലുള്ള ആശ്രയത്തിന്റെ വർധനവിന് കാരണമായി തീരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായില്ലേ? ഉയർന്നും ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അവന്റെ വസ്ത്രത്തിന്റെ വിളമ്പുകൾ മന്ദിരത്തിൽ നിറച്ചിരുന്നു. സാറാഫുകൾ അവന് ചുറ്റും നിന്നു, അവനെ സ്തുതിച്ചു. അപ്പോൾ അവരുടെ ആർക്കുന്ന ശബ്ദം കേട്ടിട്ട് ഒമ്മരപ്പടികളുടെ അടിസ്ഥാനം കുലുങ്ങി ആലയം പുകൊണ്ട് നിറഞ്ഞു. ആ ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരുന്നവൻ ആരായിരുന്നു? വളരെ വ്യക്തമല്ലേ? യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ നിന്ന് അത് വളരെ വ്യക്തമാണ്. കാൽവരി കുരിശിൽ നമുക്ക് വേണ്ടി, മരണത്തിന് വേണ്ടി കൈകാലികളെ വിരിച്ചു കൊടുത്ത, നമ്മളെ ഓർത്ത് ശാപം വഹിച്ച കർത്താവായ യേശു ക്രിസ്തു. ആ ജനം തള്ളിക്കളഞ്ഞപ്പോൾ നമ്മളിലേക്ക് കൃപ വന്നു. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടട്ടെ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായി തീരട്ടെ എന്ന് ഞാൻ വാസ്തവമായി ആഗ്രഹിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.